നമസ്കാരം. അമേരിക്കയ്ക്ക് ഇന്ത്യയെ ഇന്ന് വേണ്ടെങ്കിൽ ഇന്ത്യ ഇന്നലെ തന്നെ അമേരിക്കയെ വേണ്ട എന്ന് വെച്ചു എന്ന് ചിന്തിക്കുന്നതാവും ട്രംപിന് നല്ലത്. ഇന്ത്യയെ പ്രതിസന്ധിയിലാക്കിയിട്ട് നോക്കിച്ചിരിക്കാമെന്ന് കരുതിയാണ് ട്രംപ് ഇരിക്കുന്നതെങ്കിൽ തെറ്റി. ഇന്ത്യക്ക് അമേരിക്കയുമായി ഒരു വ്യാപാരവും വേണ്ട എന്ന ഉറച്ച നിലപാടിലാണ് മോദി. അമേരിക്കയിൽ നിന്ന് ഒന്നും വാങ്ങാൻ ഉദ്ദേശിക്കുന്നില്ല എങ്കിൽ പിന്നെ ട്രംപിന് എന്താണ് ചെയ്യാൻ കഴിയുന്നത് എന്നുകൂടി കാണണമല്ലോ. പേടിപ്പിച്ചിട്ട് ഇന്ത്യയിൽ നിന്ന് ഒന്നും നേടാമെന്ന് കരുതിയിട്ട് യാതൊരു കാര്യവും ഇല്ല എന്ന് ഇതിനോടകം ട്രംപിന് മനസ്സിലായില്ല എങ്കിൽ മനസ്സിലാകുന്ന പോലെ പറഞ്ഞു കൊടുക്കാൻ തന്നെയാണ് മോദിയുടെ തീരുമാനം. US-ൽ നിന്ന് ആയുധങ്ങളും വിമാനങ്ങളും വാങ്ങുന്നത് ഇന്ത്യ നിർത്തിവെക്കാൻ തീരുമാനിച്ചേക്കാൻ പോലും ഇന്ത്യ മടിക്കില്ല എന്ന തരത്തിലുള്ള വാർത്തകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. നേരത്തെ അധിക തീരുവയെ ചൊല്ലിയുള്ള ഇന്ത്യയുടെ അതൃപ്തിയുടെ ആദ്യ സൂചനയായി US-ൽ നിന്ന് പുതിയ ആയുധങ്ങളും വിമാനങ്ങളും വാങ്ങുന്നത് നിർത്തിവെക്കാൻ കേന്ദ്രം തീരുമാനിച്ചതായി അന്താരാഷ്ട്ര വാർത്താ ഏജൻസികൾ റിപ്പോർട്ട് ചെയ്തിരുന്നു. പുതിയ ആയുധങ്ങളും വിമാനങ്ങളും വാങ്ങുന്നതിന്റെ ഭാഗമായി പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് അടുത്ത ആഴ്ച വാഷിംഗ്ടണിലേക്ക് പോകാനിരിക്കുകയായിരുന്നു എന്നും എന്നാൽ യാത്ര റദ്ദാക്കിയതായും റിപ്പോർട്ടിൽ പറഞ്ഞിരുന്നു. എന്നാൽ US-ൽ നിന്ന് ആയുധങ്ങളും മറ്റും വാങ്ങുന്നത് താൽക്കാലികമായി നിർത്താൻ ഇതുവരെ രേഖാമൂലമുള്ള നിർദ്ദേശങ്ങൾ നൽകിയിട്ടില്ല എന്ന ഒരു ഉദ്യോഗസ്ഥന്റെ പ്രതികരണവും വാർത്തയിലുണ്ടായിരുന്നു. ജനറൽ ഡൈനാമിക്സ് ലാൻഡ് സിസ്റ്റംസ് നിർമ്മിച്ച സ്ട്രൈക്കർ യുദ്ധവിമാനങ്ങളും റേത്തിയോൺ, ലോക്ഹീഡ് മാർട്ടിൻ എന്നിവ വികസിപ്പിച്ചെടുത്ത ജാവലിൻ ആന്റി ടാങ്ക് മിസൈലുകളും വാങ്ങാനായിരുന്നു ഇന്ത്യയുടെ പദ്ധതി എന്നാണ് റിപ്പോർട്ടിൽ പറഞ്ഞിരുന്നത്. ഈ കാര്യത്തിൽ അന്തിമ തീരുമാനമൊന്നും ഇതുവരെയും ഇന്ത്യ എടുത്തിട്ടില്ല എന്ന് പറയുമ്പോഴും ട്രംപിനോടുള്ള ശക്തമായ താക്കീത് തന്നെയാണ് പുറത്തു വരുന്നത്. ഇന്ത്യയെ സമ്മർദ്ദത്തിലാക്കിയാൽ ഇന്ത്യ അമേരിക്കയെ ഉപേക്ഷിക്കാൻ തന്നെയാണ് തയ്യാറെടുക്കുന്നത് എന്നുള്ള സൂചനകളൊക്കെയാണ് പുറത്തു വരുന്നത്. $3.6 ബില്യൺ ആയുധ ഇടപാടുകൾ നിർത്തിവെക്കാനാണ് ഇന്ത്യയുടെ തീരുമാനം. ബോയിങ്ങിന്റെ 6 P-31 എയർക്രാഫ്റ്റുകൾ വാങ്ങാനുള്ള നടപടിയും നിർത്തിവെച്ചതായി റിപ്പോർട്ടിലുണ്ട്. റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങുന്നതിന്റെ പ്രതികാര നടപടിയുടെ ഭാഗമായാണ് ഡൊണാൾഡ് ട്രംപ് ഇന്ത്യൻ ഉൽപ്പന്നങ്ങൾക്ക് 25% അധിക തീരുവ ചുമത്തിയത്. ഇതോടെ 50% തീരുവ നൽകേണ്ട സ്ഥിതിയാണ് നിലവിലുള്ളത്. ഉയർന്ന തീരുവ ചുമത്തി ന്യായമായ കാരണമില്ലാതെ ഇന്ത്യയെ കൂടുതൽ പ്രതിസന്ധിയിലാക്കാൻ നോക്കുമ്പോൾ ഇന്ത്യയെ കൂടുതൽ ചേർത്ത് പിടിക്കാനുള്ള നടപടികളാണ് റഷ്യ കൈക്കൊള്ളുന്നത്. ക്രൂഡ് ഓയിൽ ഉൾപ്പെടെ യുദ്ധ സാമഗ്രികളും മിസൈലുകളും മിസൈൽ നിർമ്മാണ രഹസ്യങ്ങൾ പോലും ഇന്ത്യക്ക് കൈമാറാൻ തയ്യാറായി റഷ്യയും പുടിനും നിൽക്കുമ്പോൾ ഇന്ത്യക്ക് ഈ ഭീഷണികളിൽ വഴങ്ങേണ്ട കാര്യമില്ല എന്ന് മാത്രമല്ല, രണ്ടും കൽപ്പിച്ച അമേരിക്കയുമായുള്ള ഇത്തരം വ്യാപാര ബന്ധങ്ങളിൽ നിന്ന് പിന്മാറാനും പേടിക്കേണ്ട കാര്യമില്ല. റഷ്യ കൂടി ഇന്ത്യക്കൊപ്പം നിന്നുകൊണ്ട് അമേരിക്കയെ ഒറ്റപ്പെടുത്തി ഇനി അമേരിക്കയ്ക്ക് ഒന്നും നൽകുന്നില്ല എന്ന് തീരുമാനിച്ചാൽ പെടാൻ പോകുന്നത് ട്രംപ് കൂടി തന്നെയാണ്. അമേരിക്കയും യൂറോപ്യൻ യൂണിയനും ചേർന്ന് റഷ്യയിൽ നിന്നും ഇറക്കുമതി ചെയ്യുന്ന ഉൽപ്പന്നങ്ങളുടെ മൂല്യം കണക്കാക്കുമ്പോൾ ഇന്ത്യയുടെ ഇറക്കുമതി കുറവാണ് എന്ന് വേണം പറയാൻ. റഷ്യയിൽ നിന്നുള്ള ഊർജവും ദ്രവീകൃത പ്രകൃതി വാതകവും സമ്പുഷ്ടീകരിച്ച യുറേനിയവും ഉൾപ്പെടെ കോടിക്കണക്കിന് യൂറോയും US ഡോളറും വിലമതിക്കുന്ന ഉൽപ്പന്നങ്ങളാണ് അമേരിക്കയും യൂറോപ്യൻ യൂണിയനും വാങ്ങുന്നത് എന്നതാണ് വാസ്തവം. ഇതൊക്കെ ചെയ്തിട്ടാണ് നമുക്കെന്തും ആവാമെന്നുള്ള ട്രംപിന്റെ നെറികേട്. എന്നാൽ ഇന്ത്യയും റഷ്യയും ഒരുമിച്ച് ട്രംപിനെ ഒറ്റപ്പെടുത്താൻ തുടങ്ങിയാൽ താരിഫ് കൂട്ടിയതിന്റെ വലിയ പ്രത്യാഘാതങ്ങൾ ട്രംപും അനുഭവിക്കേണ്ടി വരുമെന്ന കാര്യം ഉറപ്പാണ്. ഇസ്രായേലിന്റെ 5 സൈനിക താവളങ്ങളിൽ കനത്ത നാശനഷ്ടം. മോദി വെളിപ്പെടുത്തുന്ന ഇന്ത്യയുടെ വികസനത്തിന്റെ മയക്കുമരുന്ന് വിൽപ്പനയ്ക്കെതിരെ ശക്തമായ നടപടിയെടുത്ത് ഷാർജ പോലീസ്. അമേരിക്കയിലെ സാധാരണ മനുഷ്യരോട് കൂടിയാണ് കോൺഗ്രസിനുള്ളിൽ പങ്കുവയ്ക്കാൻ ഓപ്പറേഷൻ സിന്ദൂറിൽ ഉപയോഗിച്ച